മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മദിനവും ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മദിനവും ചെറുപുഴ പുളിങ്ങോം മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. ചെറുപുഴ കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അതിപ്രധാനമായ ഒരു ദിവസമാണ് ഒക്ടോബർ 31. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായ ഇന്ദിരാജിയുടെ രക്തസാക്ഷി ദിനമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഇന്ത്യയെ ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അതികഠിന പ്രയത്നം നടത്തിയ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ്. കേരളത്തിൻ്റെ പ്രിയങ്കരനായിരുന്ന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ജന്മദിനമാണ്. ഉമ്മൻചാണ്ടിയെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാജിയുടെ രക്തസാക്ഷിത്വ ദിനം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ എന്നുള്ള നിലയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞത്. വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം വസതിയിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ 100 മീറ്റർ മാത്രം നടന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായ വെടിയുണ്ടയേറ്റ് മരണപ്പെട്ട ദിവസമാണ്. രാവിലെ 9:15 സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ ലോകം സ്തംഭിച്ചു. പത്രവാർത്തകൾ വന്നത് വളരെ വിങ്ങിപ്പൊട്ടുന്ന പരസ്യമായി പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ് എന്ന ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു മഹനീയ വ്യക്തി പെട്ടെന്ന് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ലോകത്തിനും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ ആ ദുഃഖ വാർത്ത കേട്ടുടനെ വീടുകൾ വിട്ടിറങ്ങി, ഓഫീസുകൾ വിട്ടിറങ്ങി, പട്ടാളക്കാരും പോലീസുകാരുമെല്ലാം വിട്ടിറങ്ങി അവിടുത്തെ കുതിക്കുകയാണ് ഡൽഹിയിൽ. അല്പസമയം കൊണ്ട് തന്നെ ഡൽഹി നഗരം വലിയ ജനപ്രളയമായി. വികാരത്താൽ പല ആളുകളും തിക്കും തിരക്കും ഈ ഭൗതിക ശരീരം കാണാനുള്ള ആശുപത്രിയിലേക്കും ഒക്കെയായി ഓടുകയാണ്. അങ്ങനെ ഡൽഹി അതുവരെ കണ്ടിട്ടില്ലാത്ത ജനസാഗരമായി മാറി. ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ, DCC നിർവാഹക സമിതി അംഗങ്ങളായ KK സുരേഷ് കുമാർ, ആലയിൽ ബാലകൃഷ്ണൻ, തങ്കച്ചൻ കാവാലം, തോമസ് കൈപ്പനാനിക്കൽ, PP ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഒരുപക്ഷെ നമ്മുടെ രാജ്യം ഇന്ന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇതേപോലെ തലയുയർത്തി നിർത്താൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചത് ഇന്ദിരാജിയുടെയൊക്കെ കരുത്തുറ്റ തീരുമാനങ്ങളാണ്. ഒരുപക്ഷെ ഇന്ന് നരേന്ദ്രമോദി ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രചരണങ്ങളിലൂടെ അദ്ദേഹം വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യം ഇതുപോലെ മാറിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോകത്തിലെ എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും ആരാധനയോടുകൂടി പറയുന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാരാണ് രാജ്യത്തെ ഇങ്ങനെ തർപ്പണം ചെയ്ത പ്രിയങ്കരിയായ പ്രിയദർശിനിയുടെ ചരമദിനം. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ രാജ്യം മറ്റ് രാജ്യങ്ങളിൽ വിഭിന്നമായി നാനാത്വത്തിൽ ഏകത്വവും അതുപോലെ തന്നെ ദേശീയോദ്ഗ്രഥനവും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മതങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള മതേതര സ്വഭാവം ഒക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനായി അതിൽ നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന സ്വന്തം ജീവനാണെങ്കിൽ അത് നൽകാൻ തയ്യാറാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അത് നൽകിക്കൊണ്ട് ഈ രാജ്യത്തിന് മാതൃക കാണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. രാജ്യവും ലോകവും കണ്ട ഏറ്റവും കരുത്തയായ ഭരണാധികാരി എന്നുള്ള നിലയിലാണ് ഇന്ദിരാഗാന്ധിയെ ഇന്ന് ഓർക്കുന്നത്. നമ്മളെയൊക്കെ വാട്സപ്പുകളിലൊക്കെ വരുന്ന ചില വാചകങ്ങളിൽ നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ കാലഘട്ടത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ബംഗാൾക്കടലിൽ നങ്കൂരമിടാൻ പോകുന്നു. ഭാഗമായിട്ട് ഈ ഇന്ദിരാജിയുടെ രക്തസാക്ഷി ദിനം
നമ്മൾ രാജ്യം ഒന്നാകെ കൊണ്ട് ആചരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇവർ പട്ടേലിനെ അവരുടെ ആളായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഒക്ടോബർ 31 പട്ടേൽ ദിനമായിട്ട് തന്നെ അവർ ആചരിക്കാനും വേണ്ടി നേരത്തെ തീരുമാനമെടുക്കുകയും അത് ഇന്ദിരാഗാന്ധിയെ തമസ്കരിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ലോകം മുഴുവൻ ഉള്ള ജനങ്ങൾ 41 വർഷങ്ങൾ മുമ്പ് നടന്ന ഇതേ സമയത്ത് നടന്ന നമ്മളെയൊക്കെ വളരെ വലിയ ദുഃഖത്തിലേക്ക് ഇന്ദിരാ പ്രിയദർശിനി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാ പ്രിയദർശിനി വെടിയേറ്റ് മരിച്ച ആ പുണ്യദിനം, ആ പുണ്യ സ്മരണയ്ക്ക് മുമ്പിലാണ് നമ്മളിന്ന് ഓർമ്മകൾ കൊടുക്കുന്നത്. ധീരയായ ഒരു ഭരണാധികാരിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ വളർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു നേതാവ് കൂടിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ആ ദീർഘവീക്ഷണമുള്ള ആ കാഴ്ചപ്പാടുകളാണ് ഇന്ന് ഇന്ത്യ തലയോർത്ത് നിർത്തുന്നുണ്ടെങ്കിൽ അത് ആ ധീരയായ നേതാവിൻ്റെ കാഴ്ചപ്പാടുകളാണ്. സംഘടനാ ജനറൽ സെക്രട്ടറി ജെയിംസ് രാമത്തറ, സെക്രട്ടറി സജി പൊടിമറ്റത്തിൽ എന്നിവർ പ്രസംഗിച്ചു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.